ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാരണം നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ എങ്ങോട്ടും ഇറങ്ങാൻ മേല. അപ്പോൾ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബോറടിയൊക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ ഒരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൈച്ചൂണ്ടയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. അപ്പം നമുക്ക് കാണാം ഇന്ന് പക്ഷേ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. മഴയുടെ അപ്പോൾ എപ്പം മഴ പെയ്യുന്ന നമ്മളപ്പോൾ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് മീനൊക്കെ പിടിക്കാം. അപ്പം പിടിക്കുന്ന മീനൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേഗം 2-3 മീനിനൊക്കെ പിടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്ന് യൂസ് ചെയ്യുന്ന ഇത് കണ്ടോ, ഈ ലൈൻ ഒരു ബ്ലൂ കളറുള്ള റോനിൻ സൂപ്പർ ക്വാളിറ്റി മോണോ ഫിലമെൻറ്റ് ലൈൻ. അപ്പോൾ ഇത് നമുക്ക് ക്യാബ്ര ലൗഡേഴ്സ് തന്ന ഒരു ലൈനാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഷിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ട ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയുവാണേ. ഓ, ഇതൊരു അടിപൊളി ഏട്ടക്കൂരിയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, മീനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചൂണ്ട മീൻ കുത്തിയേ. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കണം. അല്ലാതെ കുത്തി താഴ്ത്ത് വലിക്കുന്ന സമയത്ത് നമ്മൾ ചൂണ്ട പൊക്കണം, അല്ലെങ്കിൽ അത്ര മീൻ ചിലപ്പം പോകും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീറ്റയെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിരേനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം മണ്ണിരയാണ് ഇടുന്നത്. മണ്ണിര സൂപ്പറാണ്. അപ്പോൾ നമുക്ക് കിട്ടാനും അവൈലബിളാണ്. മീനിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. വാ, ഇതൊരു സ്മോൾ കല്ലട, ചെറുതാണ്. ത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കട്ടിയേറിയ ചെതുമ്പൽ കൊണ്ട് മൂടിയതാണ്. പിന്നെ അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു കടും കറുപ്പ് കലർന്ന ഒരു പച്ച നിറമാണ്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ താരതമ്യേന ഇളം നിറത്തിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുട്ടകളും കുഞ്ഞുങ്ങളെല്ലാം ഇതിൻ്റെ ഈ കല്ലട ഇതിൻ്റെ മാതാപിതാക്കളുടെ കൂടത്തിൽ കൊണ്ടു നടന്ന് അത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ കല്ലടേനെ തറയിലേക്ക് ഇട്ടാൽ തന്നെ അത് ചെറിയ ദൂരത്തേക്ക് ഇഴഞ്ഞൊക്കെ നീങ്ങും. അതുപോലെ തന്നെ ഇത് 1/2 മീറ്റർ വരെ ഉയരത്തിലോട്ട് പൊങ്ങി ചാടാനും ഒക്കെ കഴിവുള്ള ഒരു മീനാണ്. ഈ കല്ലടയ്ക്ക് ഏറ്റവും കൂടുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാവും. അപ്പോൾ ഈ കറൂപ്പ് എന്നൊക്കെ പറയുന്ന മീനുണ്ട്, കടൽ കറൂപ്പ്. അപ്പം ഇതിൻ്റെ വേറൊരു വിഭാഗമാണെന്ന് പറഞ്ഞാൽ ഈ കല്ലടയുടെയൊക്കെ തന്നെ ഒരു ഉപവിഭാഗമായിട്ട് വരുന്നതാണ് കറൂപ്പ്. അത് കടലിലൊക്കെ കാണുന്ന കറുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതാണ്. പക്ഷേ അതിൻ്റെ ബോഡി സ്ട്രക്ചറൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ ആയിരിക്കും. മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയാണെങ്കിൽ നമ്മൾ എല്ലാം നിർത്തിവെച്ച് പോകും. പിന്നെ അതായത് നിലത്തൊക്കെ വീണാൽ തന്നെ പുതിനിടയിൽ കൂടെ കഴിഞ്ഞ് നീങ്ങാനും നമ്മൾ ചാക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീറ്റ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാം. പിന്നെ വെള്ളമില്ലാതെ മണിക്കൂറുകളോളം ഇവയ്ക്ക് ജീവിക്കാൻ കഴിയും. പിന്നെ വെള്ളം വറ്റിയ കുളങ്ങളിലൊക്കെ ആണെങ്കിലും ചെളിയൊക്കെ തോടിലും ഒക്കെ ആണെങ്കിൽ അത് ആഴ്ചകളോളം അവിടെയൊക്കെ ചെളിക്കകത്തൊക്കെ അത് ജീവിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയപ്പെടുന്നത്.
വലയ്ക്കകത്ത് ഞാൻ താന്നും പോയി. എന്നാൽ ഒരു മീനെ കിട്ടുകയും ചെയ്തു. അയ്യോ. അപ്പം കണ്ടോ, ഇതിന് മുള്ളൊക്കെ കണ്ടോ? നമ്മുടെ മേത്തേക്ക് കുത്താനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. തൊടാൻ പറ്റില്ല. ചാക്കവിടെ ചാക്കവിടെ. അപ്പോൾ മഴയൊക്കെ മാറിയെന്നാണ് തോന്നുന്നത്. മഴ കുറഞ്ഞത്. എന്നാൽ പിന്നെ 2-3 കൂടെയൊക്കെ പിടിച്ചേച്ച് പോകാമെന്ന് ഓർത്തുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ വന്നു. എന്നാലും ഇരുട്ടൊക്കെ ആയി നല്ല ഇടിവാളൊക്കെ മിന്നുന്നുണ്ട്. എന്തായാലും വന്നതല്ലേ. ചെളിക്കകത്ത് ചാടി കാലം കൂടെ ചെളി. അത് ആകാശത്തോടെ പറന്നു പോയാ. ഈ മഴത്തോടൽ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചാകര പടപടാന്ന് മീൻ കിട്ടുന്നുണ്ട്. ഇടുന്നതേ മീൻ. ഓ ഇതെന്താ ഇത്? ഹായ്. അപ്പോൾ നമ്മളിവിടെ ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. ലൈറ്റെല്ലാം പോയി നല്ല ഇരുട്ടായി. കണ്ടില്ലേ, എൻ്റെ മുഖത്തിൻ്റെ കളറും കൂടെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ടോണ്ടിരിക്കുക കേട്ടോ. സമയം ഒരു 6-6:30 7 6:30 ആയി കാണുമായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പം ഈ മഴ കഴിഞ്ഞ സമയമായിട്ട് ഇപ്പം മീൻ നല്ലതായിട്ട് കൊത്തുന്നുണ്ട്. കണ്ടോ, സമയത്താണ് നമ്മുടെ മീനൊക്കെ ഇങ്ങനെ കിടന്ന് ചാടുന്നത്. നല്ല ഇളക്കം ഉള്ള സമയമാണ് വെള്ളത്തിനൊക്കെ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സും ഒക്കെ വീട്ടിൽ സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പം വീട്ടിലിരുന്ന് നമ്മൾ ബോറടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചൂണ്ടയിടാനൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പം നല്ലൊരു എനർജി. കിടക്കുമാരോടൊന്നും പിടിക്കാൻ പറ്റുമോ? അയ്യോ. ഹായ്. അപ്പം നമുക്ക് ലൈറ്റെല്ലാം പോയി സമയം ഒത്തിരി ഇരുട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. നമുക്ക് കിട്ടി മീനൊക്കെ വേണ്ട പെറുക്കി എടുത്തുകൊണ്ട് പോവാണ്. ഒന്നാമത്തെ കാര്യം ഇത് ഉണ്ടോ സമയം ലൈറ്റൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കിട്ടിയ മീനെയൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഞങ്ങൾ ചെയ്യണമെന്ന് ഓർത്താണ്. പക്ഷേ സമയം ലേറ്റായത് നമ്മൾ പോലും അറിഞ്ഞില്ല. മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കുറേ മഴയൊക്കെ വന്നത് കൊണ്ടാണ് അവതാളത്തിലായത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കയറി നിൽക്കേണ്ടി വന്നു. അതൊക്കെയാണ് പ്രശ്നം. അപ്പം വീട്ടിലേക്ക് പോകണം. കാരണം ഇടിയും നല്ല മിന്നലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.